തെരഞ്ഞെടുപ്പ് കാലം അടുക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ നെടുമങ്ങാട് മേഖലയിൽ CPM-ഉം അതോടൊപ്പം തന്നെ SDPI പ്രവർത്തകരും തമ്മിലുള്ള വലിയ സംഘർഷം അരങ്ങേറുന്നത്. പലയിടങ്ങളിലും ഇത്തരം പ്രശ്നം ഉണ്ടാകുകയാണല്ലോ. അതെന്തുകൊണ്ടായിരിക്കും ഒരു SDPI CPM സംഘർഷത്തിലേക്ക് കടക്കുന്നത്? അതിനിയും വ്യക്തമാകാൻ ഇരിക്കുന്നേ ഉള്ളൂ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. പക്ഷേ അടിസ്ഥാനമായി ഒരു അന്തർലീനമായ പ്രശ്നം നിൽക്കുന്നത് 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും 2026 അസംബ്ലി തെരഞ്ഞെടുപ്പും UDF-നെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. SDPI തുറന്ന് തന്നെ UDF-ന് ഇപ്പോൾ പിന്തുണ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കം മുസ്ലിം ലീഗ് അടക്കമുള്ളവർ അവരുടെ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ചുകൊണ്ട് പ്രചരണത്തിനും പ്രവർത്തനത്തിനും ഒത്തുനിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി 10 വർഷത്തിന് ശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കൂടെ മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന് പ്രാതിനിധ്യമില്ലാതെ വന്നാൽ തങ്ങളുടെ പ്രശ്നങ്ങൾ, തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കില്ല. തങ്ങൾ ഉദ്ദേശിക്കുന്ന നിക്ഷിപ്ത താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ വിചാരം. അത് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർ പറയുന്നത് ശരിയുമാണ്. അവർക്ക് ഒരുപാട് പേരുടെ കേസുകൾ പിൻവലിക്കാനുണ്ട്. PFI ആയാലും മറ്റുള്ളവരുടെ ആയാലും ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ നിലനിൽക്കൊണ്ട് കേസുകൾ, ജയിലിൽ കിടക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും കുറേയൊക്കെ CPM അനുകൂലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും അവർ ഒഴിവാക്കാൻ കഴിയില്ല. അതാണ് ഒരു കാലത്ത് തുറന്ന പിന്തുണ CPM-നുണ്ടായിരുന്നു. പല മണ്ഡലങ്ങളിലും ഈ BJP ഉൾപ്പെടെ തോൽപ്പിക്കാനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് CPM-ന് വോട്ട് ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടി ഇപ്പോൾ ആംബുലൻസ് കത്തിക്കുന്നു, വീട് കയറി ആക്രമിക്കുന്നു, ആ രീതിയിലേക്കുള്ള വലിയ അതിലേക്കാണ് ഞാൻ വരുന്നത്. അതിൻ്റെ കണക്ക് സഹിതം ഞാൻ പറയാം. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇത് പറഞ്ഞതാണ്. അതായത് കേരളത്തിൽ 2,78,40,000 വോട്ടാണുള്ളത്. അതിൽ 30% വിട്ടുകളയുക. കാരണം അത് പോൾ ചെയ്യാതെ പോയാൽ ഒരു 70% പോളിംഗൊക്കെ 72% പോളിംഗൊക്കെ നടന്നാൽ ഒരു 2 കോടി വോട്ടുകൾ പോൾ ചെയ്യാമെന്ന് വയ്ക്കാം. ഈ 2 കോടി വോട്ടിൽ 1 കോടി വോട്ട് കിട്ടിയാൽ 50%. 50% ഇപ്പോൾ വേണ്ട. ഇപ്പം 3 മുന്നണികളായിട്ട് മത്സരിക്കുന്നതുകൊണ്ട് BJP 20-25% വരെ പിടിക്കുന്നത് കൊണ്ട് ഇപ്പോൾ മുന്നണികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഒരു 40-41% കിട്ടിയാൽ മതി. എങ്കിലും 50% പിടിക്കണമെങ്കിൽ പോലും സാധിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ഇട്ടിരിക്കുന്ന പല തന്ത്രങ്ങൾ. അവർ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. 27% വോട്ടാണ് മുസ്ലിങ്ങൾക്ക് ഉള്ളത്. അത് 2011 ഇപ്പോൾ അതിനേക്കാളൊക്കെ വളരെ കൂടിയിട്ടുണ്ട്. എന്നാലും നമ്മൾ പഴയ കണക്കിൽ മാത്രം നിന്ന് പറഞ്ഞാൽ പോലും ഒരു 90 ലക്ഷം വോട്ട് അവർക്കുണ്ട്. 90 ലക്ഷം ജനങ്ങൾ. അതിലൊരു 70-75 ലക്ഷം വോട്ടുകൾ ഇപ്പോഴത്തെ കൂടിയത് കൂടെ ചേർത്ത് ഒരു 75 ലക്ഷം വോട്ട് യാതൊരു സംശയവും കൂടാതെ അവരുടെ കയ്യിൽ ഉണ്ട്, മുസ്ലിങ്ങളുടെ കയ്യിലുണ്ട്. ആ മുസ്ലിങ്ങളിൽ ഏതാണ്ട് നല്ലൊരു വിഭാഗവും മുസ്ലിം ലീഗിനും UDF-നും പിന്തുണ കൊടുക്കുന്നതാണ് നാം കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു ചെറിയ വിഭാഗം എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ CPM-ൻ്റെ കൂടെ പോകാറുണ്ട്. പക്ഷെ അത് ഇത്തവണ തുടർന്നാൽ കോൺഗ്രസ് ശക്തിയല്ലാതെ നിൽക്കുന്നു എന്ന ആക്ഷേപമുള്ള മുസ്ലിം ലീഗിനും SDPI-ക്കും അറിയാം ഇത് പ്രതിസന്ധിയിലാകും. തങ്ങൾക്ക് 26-ൽ ഭരണം കിട്ടാതെ വരികയും CPM 3-ാം ഊഴത്തിലേക്ക് പോവുകയും ചെയ്യും എന്നവർക്കറിയാം. അപ്പോൾ ആ 3-ാം ഊഴത്തിന് തടയണമെങ്കിൽ മുഴുവൻ മുസ്ലിം വോട്ടുകളും ഒരു പെട്ടിയിൽ വീഴണം. അതിന് ഫോക്കസ് ചെയ്യണം. അതിനാണ് ഹിജാബ് എന്ന് തുടങ്ങി പല പ്രശ്നങ്ങൾ, മുനമ്പം, ഹിജാബ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിൽക്കവേ തന്നെ ഇനി ഡയറക്റ്റായിട്ട് CPM-കാരിലേക്ക് സംഘർഷത്തിനും കൂടെ വരികയാണ്. ആ തുടക്കവും കൂടി ആരംഭിച്ചിരിക്കുന്നതാണ്. നമ്മൾ അരുവിക്കര മുല്ലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി, അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ വിദഗ്ധർ, നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്ന സംഭവമുണ്ടല്ലോ, 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ന്യൂനപക്ഷങ്ങളോട് അത്ര വലിയ അടുപ്പം CPM കാണിക്കുന്നില്ല, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം. അല്ല, CPM വലിയ വൈതരണിയിലാണ്. CPM കാണിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ CPM-ന് അങ്ങനെ പ്രേമം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. CPM കാണിക്കാൻ പറ്റാത്ത CPM-ന് BJP വോട്ട് കൊണ്ടുവന്നു. ഹിന്ദുക്കളുടെ വോട്ടിൽ ഭൂരിഭാഗവും BJP ആണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല. കാണിച്ചാൽ ഇപ്പുറത്ത് അതിനേക്കാൾ എന്ത് പറഞ്ഞാലും ഇപ്പം 70 ലക്ഷം അല്ലെങ്കിൽ 90 ലക്ഷം മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഈഴവരും നായരും ചേർന്നാൽ തന്നെ 1,20,00,000 ബാക്കി പിന്നോക്ക വിഭാഗങ്ങളിലുള്ള KPMS-ൻ്റെയൊക്കെ ആൾക്കാരെ കൂട്ടിയാൽ അത് വേറെ.
ഞാൻ അതൊന്നും കൂട്ടാതെ പറയുകയാണ്. മുസ്ലിം ലീഗും പിന്നെ ഒരു 90 ലക്ഷം പറയും ജനങ്ങൾ, മൊത്തം വോട്ടല്ല ഞാൻ പറയും, ജനങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഏതാണ്ട് 80 ലക്ഷം ഈഴവരുണ്ട്, 40 ലക്ഷം നായന്മാരുണ്ട്. അത് വരുമ്പോൾ 1,20,00,000 അപ്പോൾ ആ ഭൂരിപക്ഷ വോട്ടുകൾ ആണ് CPM-നെ അധികാരത്തിലെത്തിക്കുന്നത്. അതിൽ നായരുടെ വോട്ടും ഈഴവരുടെ വോട്ടും പലപ്പോഴും കോൺഗ്രസിനാണ് CPM-നാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ കുറേ ഇലക്ഷനുകളായിട്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2024-ൽ 2019-ലെ ചില ട്രെൻഡുകൾ മാറി വന്നെങ്കിലും 21-ൽ അത് അവർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോയി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ 24-ൽ തൂത്തുപെറുക്കി കനൽ ഒരു തരി മാത്രമാക്കി ഇവിടെ നിർത്തിയത് അവരെ അത്ഭുതപ്പെടുത്തി. പാർലമെൻറ്റ് ഇലക്ഷൻ 19 സീറ്റും ഒന്നുകിൽ BJP അല്ലെങ്കിൽ കോൺഗ്രസ് UDF കൊണ്ടുപോകുന്ന അവസ്ഥ വന്നില്ലേ. അപ്പോൾ അവർ തറവായിട്ട് സ്റ്റഡി നടത്തി, എല്ലാ മണ്ഡലങ്ങളും അരിച്ചു പെറുക്കി സ്റ്റഡി നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി അവർക്ക് തോൽവി വന്നിരിക്കുന്നത് ഹിന്ദു വോട്ടുകൾ എവിടെ നിന്നൊക്കെ ചോർന്നിട്ടുണ്ടോ അവിടേക്കാണ് അവർക്ക് പരാജയം വന്നിരിക്കുന്നത്. മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും ഒക്കെ കുറേ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് കിട്ടാതെ പോയത് ഹിന്ദു വോട്ടുകൾ തങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ചില വിഭാഗങ്ങളാണെന്ന് മനസ്സിലായി. അതോടുകൂടി അവർ പ്ലാൻ മാറ്റി, അവർ ഈ മുസ്ലിം പ്രീണനം ഒന്ന് കുറച്ചു. എന്നിട്ട് അയ്യപ്പ സംഗമവും മറ്റ് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് വരികയായിരുന്നു. ഗതികേടിന് അയ്യപ്പൻ്റെ സ്വർണം മോട്ടിച്ചതും പ്രശ്നവും കൂടെ വന്നപ്പം അവർ ഇച്ചിരി പരിങ്ങലിലായി നിൽക്കുകയാണ്. അതിനിടയ്ക്കാണ് ഹിജാബ് വിവാദം വന്നത്. അപ്പോൾ ഉള്ള മുസ്ലിം വോട്ടുകളിൽ കുറവ് വരാതിരിക്കാനാണ് ഈ ഹിജാബിൽ ശിവൻകുട്ടി കയറി ഇടപെട്ടത്. ഈ ഹൈന്ദവ വോട്ടുകളിൽ BJP CPM കണ്ണും നട്ടിരിക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും ഗുണം ലഭിക്കുക? ഹൈന്ദവ വോട്ടുകളിൽ വലിയൊരു വിഭാഗം BJPക്ക് പോയി കഴിഞ്ഞു. പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ ഇച്ചിരി പാടാണ്. കാരണം അല്ല, പക്ഷെ അന്ന് 2021-ൽ തിരിച്ചു പിടിക്കുന്നത് നാം കണ്ടല്ലോ. 19-ൽ പോയ വോട്ടുകൾ, അത് മറ്റു പല ഘടകങ്ങളാണ് അതിനകത്ത് വന്നത്. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപാട് അപാകതകളെന്ന് വന്നിട്ടുണ്ട്. നമ്മളത് പറയാതെ ഇരിക്കാൻ നിവർത്തിയില്ല. CPM BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. ഇതൊക്കെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് വീരവാദങ്ങൾ മുഴക്കുന്നു. 35 സീറ്റ് ഞങ്ങൾ പിടിക്കും, 35 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭരണം പിടിക്കും. അത് സുരേന്ദ്രൻ ഉദ്ദേശിച്ചത് മറ്റൊന്നാണ്. പക്ഷേ അത് പത്രങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്തും മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തും ഒക്കെ അതിനെ 35 സീറ്റ് ഇവർ പിടിക്കും, ബാക്കി കിട്ടി ഭരണം വരും എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരുപാട് റോങ് പ്രശ്നങ്ങൾ വന്നു. എന്നിട്ടും ഹിന്ദു വോട്ടിലൊന്നും വലിയ കുറവ് വന്നില്ല എന്ന് തന്നെ പറയാം. അവർക്ക് പിന്നെ സീറ്റുകൾ കിട്ടിയില്ല എന്നുള്ളത്. ഈ BJPക്ക് എപ്പോഴും വരുന്ന പ്രശ്നം അതാണല്ലോ. വോട്ടിംഗ് പെർസെൻറ്റേജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂടിക്കൊണ്ടിരിക്കും, പക്ഷേ സീറ്റുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറഞ്ഞു. അതൊന്നല്ലേ കിട്ടുന്നത്. നേമത്ത് കിട്ടിയത് പോയി. അടുത്ത തവണ തിരുവനന്തപുരത്ത് തൃശ്ശൂർ കിട്ടുമോ ഇല്ലയോ എന്ന് പിന്നെ സംശയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ നേമത്തിൻ്റെ അപ്പുറത്തെ അവസ്ഥയിൽ ഞങ്ങളിവിടെ എത്തിക്കും. അപ്പം അതിനനുസരിച്ച് BJPയുടെ പ്രവർത്തകർ അല്ല, പക്ഷേ ഇത് ഇപ്പോഴുള്ള BJPക്ക് പല മേഖലകളുണ്ടല്ലേ. പണ്ടൊരു നേമത്തെ തോൽപ്പിച്ചാൽ മതി, ഒരു മഞ്ചേശ്വരത്തെ തോൽപ്പിച്ചാൽ മതി. ഇന്നെന്ന് പറഞ്ഞാൽ 30 മണ്ഡലങ്ങൾ മിനിമം. അല്ല, ഈ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ LDF-നെയും സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ ഒന്നെങ്കിൽ നേമത്ത് പരാജയപ്പെടുത്തുക, അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് പരാജയപ്പെടുത്തുക, പാലക്കാട് വിരളിൽ എണ്ണാവുന്ന മണ്ഡലങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയല്ലല്ലോ. തിരുവനന്തപുരത്ത് പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവർ തൃശ്ശൂരിൽ ലക്ഷ്യമിടുന്നത് മാത്രമല്ല, മുമ്പ് ഒരു സ്ഥലത്താവുമ്പോഴേ ഈ വോട്ടുകളെല്ലാം കൂടെ ഒരു സീറ്റ് പോട്ടെ ക്രോസ് വോട്ട് ചെയ്ത് അങ്ങ് വിട്ടുകൊടുത്താൽ മതി. ഒന്നുകിൽ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ CPM-ന് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ CPM-ന് വേണ്ടിയിട്ട് പിന്നെ തിരിച്ചു വോട്ട് ചെയ്യുക, കോൺഗ്രസിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക. അങ്ങനെ ആ ക്രോസ് വോട്ട് വഴി തീർക്കാമെന്ന്. ഇപ്പോൾ അത് പറ്റില്ല. 30 സീറ്റിൽ ക്രോസ് വോട്ട് ചെയ്താൽ ആ പാർട്ടി പിന്നെ ഇല്ലാതായി പോകും. CPM ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, അവൻ്റെ ആഫീസ് പൂട്ടും. അപ്പം അതുകൊണ്ട് ഇത്തവണ ക്രോസ് വോട്ട് പരിപാടിയൊന്നും നടക്കില്ല. ത്രികോണം വരുന്നിടത്ത് ത്രികോണമായി നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ അവിടെയൊക്കെ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിൽ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്താനാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വികസനം പറഞ്ഞ് വേറെ ചില പദ്ധതികൾ വരുന്നു. കേന്ദ്ര നേതാക്കൾ ചില പോളിസികളുമായിട്ട് വരാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ BJPയുടെ പിടിമുറുക്കം. BJP SDP-ക്കും ഒന്നും വലിയ വിരോധമൊന്നുമില്ല. BJP വളർന്നോട്ടെ എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. കാരണം BJP വളർന്നാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് SDP-യുടെയൊക്കെ ആഗ്രഹം പരോക്ഷമായിട്ട്. കാരണം മുസ്ലിം ലീഗിന്റെ വോട്ട് ഉൾപ്പെടെ SDP-യിലേക്ക് പോകും. അവരുടെ SDP-യും മുസ്ലിമും ഒക്കെ ഇപ്പോൾ എല്ലാം ഒന്നായി. ഇപ്പോൾ അതിൽ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒന്നായി. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിമും. അത് BJPയുടെ വളർച്ച കൊണ്ട് സംഭവിച്ചതാണോ? BJPയുടെ വളർച്ച അവർക്ക് ഒരു ഘടകമാണ്. പിന്നെ CPM-ന്റെ ഹിന്ദു പ്രീണനം അത് വേറൊരു ഘടകമാണ്. അപ്പോൾ അതെല്ലാം കൂടെ നോക്കിയാണ് അവരിപ്പം തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ CPM-നെയും തോൽപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. CPM-നെയും തോൽപ്പിക്കണം, BJP-യും തോൽപ്പിക്കണം.
BJP-യേക്കാൾ മുഖ്യമായി ഫൈറ്റ് അവർ കാണുന്നത് CPM-ഉമായിട്ടാണ്. CPM-ഉമായിട്ട് ഫൈറ്റ് വന്നാൽ ആ ഫൈറ്റ് നടത്തുമ്പോൾ നമ്മുടെ മാക്സിമം വോട്ടുകൾ ഇപ്പുറത്തേക്ക് വരണം. അതാണ് അവർ ലക്ഷ്യമിടുന്നത്. അതിനാണ് ഹിജാബ് വന്നിരിക്കുന്നത്, മുനമ്പം വിഷയം വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതുപോലെ മുല്ലശ്ശേരിയിലുള്ള പോലെ ഡയറക്റ്റ് ഫൈറ്റിലേക്കും അവർ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ഇത് CPM-ന് മനസ്സിലായിട്ടുണ്ട്. അതിനാണ് അവർ പല പദ്ധതികൾ മാറ്റി മാറ്റി ചവിട്ടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.